ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. അന്ന് പൊങ്കാല കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഇന്ന് അഞ്ചാം ഉത്സവ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദേവിയെ കാണാനായിട്ടും വഴിപാടുകൾ കഴിപ്പിക്കാനായിട്ടും ആണ്. വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. നേരെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് അഴൂർ ദേവിയുടെ സന്നിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചാക്കയിൽ ട്രാഫിക്കിൽ വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ആണ് നേരെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ദേവിയെ കാണാനുള്ള കാണാനും വഴിപാടുകൾ നടത്താനുമുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. അമ്പലം വളരെ ദീപാലങ്കൃതമായിരിക്കുന്നു. ഭയങ്കര മനോഹരമാണ് ഈ കാഴ്ച കാണാനായിട്ട്. അതുപോലെ ഇവിടെ ദീപങ്ങൾ കൊണ്ട് പൂത്തിരിയും കമ്പിത്തിരിയും മത്താപ്പൂ ഒക്കെ കൊണ്ട് ഇവിടുത്തെ ക്ലബ്ബ് അംഗങ്ങളാണ്. ഈ പ്രദേശത്തെ ഒരു ക്ലബ്ബുണ്ട്, അവരാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ദേവിക്ക് പുഷ്പാഭിഷേകമുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച കൂടിയാണ്, പുഷ്പാഭിഷേകമുള്ള ദിവസമാണ്. ഇവിടെ മീന കാർത്തിക മഹോത്സവമാണ്. 1200 ആണ്ടിലെ മീന കാർത്തിക മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 24 തിങ്കളാഴ്ച തുടങ്ങി ഏപ്രിൽ 2 ബുധനാഴ്ച വരെയാണ് ഉത്സവത്തിൻ്റെ ദിവസം. അപ്പോൾ അവസാന ദിവസം ഇവിടെ തൂക്ക മഹോത്സവമാണ്. അതോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ്. അപ്പോൾ അത് ക്ലബ്ബ് അംഗങ്ങളാണ്. അവരുടെ ഒരു ഡ്രസ്സാണ് ഈ കാണുന്നത്. യൂണിഫോം പോലെ ഒരു മുണ്ടും ഷർട്ടും ധരിച്ച അവരാണ് ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് കുറച്ച് നേരം കണ്ടു നിന്നു. ഈ ഇവരുടെ പൂത്തിരിയും കമ്പിത്തിരിയും മത്താപ്പൂ ഒക്കെ കത്തിക്കുന്ന വളരെ രസകരമാണ്, മനോഹരവുമാണ്. അത് കണ്ടു നിന്നു. നമ്മൾ തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതുപോലെ അമ്പലത്തിൻ്റെ ചുറ്റുപാട് എല്ലാ സ്ഥലങ്ങളിലും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. LED ലൈറ്റുകളും മനോഹരമായി അവർ ഇത് ചെയ്തിരിക്കുകയാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. അമ്മയുടെ അവിടുത്തെ ഒരു ഐശ്വര്യം അതവിടെ വന്ന് നേരിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ അമ്പലത്തിൽ സന്ദർശിക്കുക. വളരെ ശക്തിമതിയായ ദേവിയാണ്. എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ സാധിച്ചു തരുമെന്നുള്ളതാണ് വിശ്വാസം. നമുക്കേറെ വിശ്വാസമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും അമ്മയെ അത്രേ കണ്ട് വിശ്വസിക്കുന്നുണ്ട്. അതിവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ തിരക്കും ജനങ്ങളുടെ ഒരു വിശ്വാസവും നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാവും. ഇത് അമ്പലത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ്. വളരെ ദീപാലങ്കൃതമായി കാണാൻ കഴിയും. അതിൽ ചുറ്റും ഇങ്ങനെ 4 സൈഡിലും ഇങ്ങനെ ദീപങ്ങൾ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ദേവിയുടെ രൂപം LED ലൈറ്റിൽ തീർത്തതാണ്. അത് നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാം ഇതിൽ. പിന്നെ അമ്പലത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇത് കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ ഇതിൽ കഴിയും. അപ്പോൾ ഇത് രാത്രിയിൽ നമ്മൾ ഒരു 7:30-8 മണിയോടെ ആവും ഈ സമയത്ത് ഉള്ള ഒരു കാഴ്ചയാണിത്. കാണുന്നുണ്ടോ നമ്മൾ? ഇതും ഏകദേശം ശാർക്കര ദേവിയുടെ അമ്പലവും ഏകദേശമൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ്. ഉത്സവം അവിടെ മീനഭരണി മഹോത്സവമാണ്. രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ഏറെ സാമ്യതകളുള്ള അമ്പലമാണ്. രണ്ടും ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരത്തിലാണ് ശാർക്കര ദേവി ക്ഷേത്രം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ശാർക്കര ദേവി തൊഴാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ പുറത്ത് സൈഡാണിത്. വളരെ മണലാണ് മുഴുവൻ. മണലിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ പുറം സൈഡ് മുഴുവൻ നമുക്ക് നടന്നു പോകേണ്ടത്. ദേവിയുടെ അമ്പലം ഒന്നുകൂടി ഇതിൽ കാണാം വ്യക്തമായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ശാർക്കരയിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ ശാർക്കര ദേവിയെയും തൊഴുതിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു ലോങ് വ്യൂ ആണ് അമ്പലത്തിൻ്റെ ഇതിൽ കാണാൻ പറ്റുന്നത്. വളരെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പൂർണ്ണമായി നമ്മൾ ചിത്രീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ശാർക്കരയിലെത്തി. ശാർക്കര അമ്പലത്തിൻ്റെ നടയിൽ. അപ്പോൾ അത് അകത്തേക്ക് പോകുന്നൊരു വഴിയാണ്. 2 സൈഡിലും വന്നിട്ട് പുഷ്പങ്ങൾ കൊണ്ടാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. 2 സൈഡും അതിനിടയിൽ ലൈറ്റുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണിതും.
മനസ്സിനേറെ കുളിർമ കിട്ടുന്നൊരു കാഴ്ച കൂടിയാണ്. ഇവിടെ മീനഭരണി മഹോത്സവമാണ്. അതുപോലെ തന്നെ തൂക്കവുമുണ്ട്. അവസാന ദിവസം തൂക്ക മഹോത്സവമാണ്. ഏറെ പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ തന്നെ നിലനിൽക്കുന്നൊരു ക്ഷേത്രമാണ്. നമ്മൾ അകത്തേക്ക് ഫോൺ നമ്മൾ കൊണ്ടുപോവില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറത്ത് നമ്മൾ തൊഴുതിറങ്ങി, പിന്നെ പുറത്ത് ഉപദേവതകളെല്ലാം തൊഴുതതിന് ശേഷം നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഉത്സവപ്പറമ്പിൽ അതുപോലെ ഇവിടെ സ്റ്റേജിൽ ആത്മീയ പ്രഭാഷണം നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം അത് കേട്ട് നിന്നു. നല്ലൊരു പ്രഭാഷണമാണ് അത്. കുറച്ച് നേരം നിന്നതിന് ശേഷം വീണ്ടും നമ്മൾ നടക്കണം. ഒരുപാട് കോമ്പൗണ്ടുള്ള ഒരു അമ്പലമാണ്. നമുക്ക് ചുറ്റി കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ പാർക്കിങ്ങിനൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ പാർക്കൊക്കെ ചെയ്യാൻ നല്ല സൗകര്യമാണ്. അമ്പലത്തിൻ്റെ പുറത്ത് സൈഡ് തന്നെ പാർക്ക് ചെയ്യാം. നമുക്ക് ഒരുപാട് നടക്കേണ്ട കാര്യമില്ല. പാർക്കിംഗ് ഏരിയ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയും വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ദേവിയെ തൊഴുത് മടങ്ങുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അമ്പലത്തിൻ്റെ പൂർണ്ണ രൂപമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ വളരെ മനോഹരമായി കാണാം. കുറച്ച് ലോങ്ങിൽ നിന്നെടുത്താണ്. അപ്പോൾ മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഞാനിങ്ങനെ ഇത് എടുത്ത് നിങ്ങളെ കാണിക്കാനുള്ള അതുപോലെ വ്യത്യസ്തമായ ഈ റൈഡുകൾ നമുക്ക് ഇവിടെ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് റൈഡുകളുണ്ട്. അതിൽ ആൾക്കാർ ഒരുപാട് പേര് കുട്ടികളുമായിട്ടൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ട്രെയിനുകൾ, ഇതുപോലെ ഷിപ്പ് മോഡലിലുള്ളത്, അങ്ങനെ പല പല റൈഡുകൾ ഉണ്ട്. ആകാശം മുട്ട പറക്കുന്ന അത് നമ്മൾ സ്ഥിരം കയറുന്നൊരു റൈഡാണ്. അപ്പോൾ ഇന്ന് നമ്മളൊന്നിനും കയറിയില്ല. നമുക്കിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തിരിച്ച് പോരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് കയറി കാണാം. നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടോ? അതിൽ ഒരുപാട് പേര്. ഇത് ട്രെയിനാണ്. അത് രസമുണ്ട്. വളരെ ഇങ്ങനെ ഒരു അരയന്നത്തിൻ്റെ ഷേപ്പിൽ വളരെ രസമായി ഇങ്ങനെ. പിന്നെ ഇതൊരു മരണക്കിണറാണ്. ഇതിലും അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ നല്ല ശബ്ദമുണ്ട്. ഇതിങ്ങനെ കറങ്ങുന്നതിൻ്റെ അതിനകത്തൂടെ റൈഡ് നടത്തുന്ന നല്ല ശബ്ദമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഈ സ്റ്റാളുണ്ട്. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. എല്ലായിടത്തും തിരക്കുമുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് വന്നത് നമ്മൾ ഗാർഡൻ എല്ലാ ചെടികളും ഇവിടെ കിട്ടും. അതുപോലെ ചെടിച്ചട്ടികൾ, എല്ലാ നല്ല മനോഹരമായ ചെടികൾ നമുക്കിവിടെ അത്യാവശ്യം വില കുറച്ചൊക്കെ കിട്ടും. ഒരുപാട് വിലക്കുറവില്ല എങ്കിലും കുറച്ച് അഫോർഡബിളാണ്. അത് മൈസൂർ കിച്ചൺ എന്ന് പറയുന്നൊരു സ്റ്റാളാണ്. കുലുക്കി സർബത്ത്, ഇവിടെ കുലുക്കി സർബത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. വാഴക്കന്നുകൾ, പിന്നെ സീഡ്സ്. പഴയ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അന്ന് കിട്ടുന്ന മുട്ടായികളെ ഓർമ്മിപ്പിക്കുന്ന ഈ പുളിമുട്ടായി പോലെയുള്ള മുട്ടായികളും അങ്ങനെ ഒരുപാട് മുട്ടായികൾ. പിന്നെ ഹൽവ, പല പല ഹൽവകൾ, ഇളനീർ ഹൽവ, അതുപോലെ പിന്നെ ചക്ക ഹൽവ, ക്യാരറ്റ് ഹൽവ, അങ്ങനെ പല പല ഹൽവകൾ. പിന്നെ ഈ സ്റ്റാളുകളിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ സാധനങ്ങൾ 10 രൂപ 20 രൂപ നിരക്കിൽ കിട്ടുന്ന ഒരുപാട് ഐറ്റംസുകൾ, പിന്നെ ഫാൻസി സ്റ്റോറുകൾ, ഇവയെല്ലാം ഞാനിപ്പോൾ കാണുമ്പോൾ ഇത് വാച്ചിൻ്റെ ഒരു കടയാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങൾ ഏകദേശമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് അതായത് റിങ്സുകൾ, പിന്നെ അതുപോലെ മാലകൾ, പിന്നെ കീ ചെയിനുകൾ, വളകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നല്ല വിലയുള്ളതാണ്. അത്യാവശ്യം അതിൽ നിന്നും വില കുറച്ച് ഇവിടെ മേടിക്കാൻ കഴിയും. ഈ സ്റ്റാളിൽ നിന്ന് മേടിക്കാൻ കഴിയും. എല്ലാ ഐറ്റവും നമ്മൾ സാധാരണ കാണാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമ്മൾ കണ്ടു. നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ കയ്യിലിടുന്ന ബാൻഡുകൾ, പിന്നെ ഈ വിത്തിനങ്ങൾ, നമുക്ക് വീടുകളിൽ ഈ വിത്തിനങ്ങൾ, പിന്നെ ചെടികൾ, ഒരുപാട് ചെടികൾ. അതിപ്പോൾ ഇത് കാണാൻ കഴിയും. ഒരു റോസ, പനിനീർ റോസ,
പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വീടിനകത്തൊക്കെ വെക്കുന്ന, ഇപ്പം നമ്മളിത് കഴിഞ്ഞ തവണ കുറേ വാങ്ങിയിരുന്നു, ഇത്തവണ അതൊന്നും വാങ്ങിയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചതൊക്കെ ഇപ്പം വീട്ടിലുണ്ട്, നമ്മളത് അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. പിന്നെ നമ്മളിങ്ങനെ സ്റ്റാളുകളിങ്ങനെ നോക്കി നടക്കുകയാണ്. പഴയ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ നിരങ്ങുന്ന ഒരു പഴയകാല ഓർമ്മയുണ്ടല്ലോ, അത് നമ്മളിപ്പോൾ അതുപോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളിതൊക്കെ കണ്ട് കിടക്കുമ്പോൾ അതുകൊണ്ട് വിത്തിനങ്ങളാണ്, നഴ്സറി വിത്തിനങ്ങളാണ് നമുക്ക് മേടിക്കാം. തുച്ഛമായ വിലയ്ക്കൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഈ ഹൽവ സ്റ്റാൾ ഒരുപാടുണ്ട്. നമ്മളത് അരി ഹൽവ, പഴയകാല മിഠായികൾ ബോർഡിൽ കാണാം. അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന നാരങ്ങ മിഠായി, ഇഞ്ചി മിഠായി, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മിഠായികൾ, പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അച്ചാറുകൾ, അങ്ങനെയുള്ള പല പല അതാണ്ട് പുളിമുട്ടായി പണ്ടത്തെ. പിന്നെ ഇത് മറ്റേ തേൻ മുട്ടായി. അത് അടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ബാൻഡൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് കയറിയത്. ഇവിടെ നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടു. നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന സാധനങ്ങൾ, ഒരുപാട് വെറൈറ്റി ബാൻഡുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒന്നിനെണ്ണം മേടിച്ചു. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓമൊക്കെ ഉള്ള ഒരു ബാൻഡ് മേടിച്ചു. പിന്നെ ഇത് ബാഗ് കടയാണ്, ബാഗിൻ്റെയാണ്. പിന്നെ ഗ്ലിസറിൻ പോലത്തെ അല്ല, ഈ ഗ്ലിറ്റർ പോലത്തെ ഒരു സാധനമാണ്. അതുപോലെ കുങ്കുമം, പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇത് ഒരുപാടുണ്ട് ഇവിടെ. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതും നമുക്കിവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും. ഇങ്ങനെ ഒരു സ്റ്റാൾ നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അതെനിക്ക് ശാർക്കരയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. വേറെ അമ്പലങ്ങളിലും തിരുവനന്തപുരത്ത് ഇത്രയും വലിയ സ്റ്റാളുകളുള്ള അമ്പലങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ സുഗന്ധ ഇനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ഇവിടെ എല്ലാ സാധനവും, കരിപ്പൊട്ടി, ശർക്കര ഉൾപ്പെടെ എല്ലാം കിട്ടും. അപ്പോൾ അത് നിങ്ങളത് നേരിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റാളൊക്കെ ഒന്ന് സന്ദർശിക്കുക. ഇവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാം. പൂക്കൾ, ചെടികൾ, പിന്നെ ചെടിച്ചട്ടികൾ, പിന്നെ അതുപോലെ ഇവിടെ തന്നെ ഈ തുണികൾ, തോർത്തുകളൊക്കെ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട്. മുണ്ട് 2 എണ്ണം 300 രൂപ, കൈത്തറി തോർത്ത് 4 അതൊക്കെ അവിടെ ഒരുപാടുണ്ട്. നമ്മൾ പിന്നെ ഇത് സീഡ്സ് കടയാണ്. സീഡ്സാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഏത് സീഡ്സ് വേണമെങ്കിൽ കിട്ടും. എല്ലാം പാക്കറ്റിലാണ്. പാക്കറ്റിലുണ്ട്, ലൂസായിട്ട് നമുക്ക് മേടിക്കാൻ കഴിയും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള. ഇവിടെ ലൈവായിട്ട് അവർ പിന്നെ ചക്ക വറ്റൽ, ചിപ്സ് ഐറ്റംസുകളാണ്. എല്ലാം ലൈവായിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്കാവട, ചിപ്സ്, അങ്ങനെ അതിൽ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മേടിച്ച് കഴിയാം. പക്കാവട നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും. അത് അത്ര ഭംഗിയായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മൾ അതൊന്നും മേടിച്ചില്ല. നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ വീണ്ടും അതിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ അവിടെ മുഴുവൻ സ്റ്റാൾ തന്നെയാണ്. എല്ലാം സ്വീറ്റ്സിൻ്റെ സ്റ്റാൾ.